വേദിയെ ഇളക്കി മറിക്കുന്ന പാട്ടുകൾ, ഗായകനെന്ന താരപരിവേഷം. സ്വാഭാവികമായും വേടനോട് പലർക്കും ആരാധനയും ഇഷ്ടവും പ്രണയവുമൊക്കെ തോന്നാം. എന്നാൽ ഇങ്ങനെ അയാളെ പ്രണയിച്ച 3 പെൺകുട്ടികളാണ് ലൈംഗിക പീഡന പരാതിയുമായി രംഗത്ത് വന്നത്. അതിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ വേടൻ അറസ്റ്റിലുമായി. എന്നിട്ടും അയാൾ ഇപ്പോഴും സ്വയം ന്യായീകരിക്കുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വേടൻ പറയുന്നത്. ഗവേഷക വിദ്യാർത്ഥിനിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. കേസിൽ വേടനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വേടൻ്റെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി വേടൻ ആരോപിച്ചു. കേസ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പറയാനില്ല. എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നും വേടൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കിനിറക്കം കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഗൂഢാലോചന സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നത്. ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധ ആവശ്യവുമായി ബന്ധപ്പെട്ട വേടനെ സമീപിച്ചു. 2020 കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ കടന്നുപിടിച്ചെന്നും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുമാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗികാതിക്രമം നടത്തുക, അശ്ലീല പദപ്രയോഗം, ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. അതേസമയം വേടനെതിരെ ഉയരുന്ന തുടർച്ചയായ പരാതികളിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കുടുംബം പരാതിയിൽ പറയുന്നു. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേടന്റെ സഹോദരൻ ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.